ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു എഗ്ലെസ് സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഗ്രഹാം ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് പോലത്തെയാണ്. പിന്നെ നമ്മുടെ ബട്ടർ, പിന്നെ ഗ്രാനുലേറ്റഡ് ഷുഗർ, അതില്ലെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്താൽ മതി. പിന്നെ ക്രീം ചീസ്, പിന്നെ വാനില എസൻസും, പിന്നെ നാരങ്ങയും വേണം. ഒരു ചെറിയൊരു നാരങ്ങ ആയാലും മതി. ഈ ഒരു ടൈപ്പ് നാരങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. പിന്നെ നമ്മുടെ നല്ല പുളിയില്ലാത്ത തൈരും പിന്നെ ഈ കണ്ടൻസ് മിൽക്കും ഇത് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവർ അല്ലെ കോൺ സ്റ്റാർച്ച്. ഇത്രയും ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ്. ആദ്യം നമുക്ക് നമ്മുടെ ക്രാക്കേഴ്സ് പൊടിച്ചെടുക്കുക. ഏതെങ്കിലും ക്രാക്കർ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി. അത് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി അതെന്ന് പറഞ്ഞാൽ ആ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ 150 ഗ്രാം നമ്മൾ ആഡ് ചെയ്യണേ ബിസ്ക്കറ്റ്. പിന്നെ നമ്മൾ ബട്ടർ നമുക്ക് ഈ ഒരു ക്യൂബിൽ എനിക്ക് തോന്നുന്നു 100 ഗ്രാം എങ്ങാണ്ടാണ്. അപ്പം ഞാനൊരു 75 ഗ്രാം മാത്രമേ ബട്ടർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 150 ഗ്രാം ബിസ്ക്കറ്റിന് 75 ഗ്രാം ബട്ടർ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതിനനുസരിച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതിന് ശേഷം മിക്സിയിലോട്ട് തന്നെ ഒന്ന് ബട്ടർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി, എങ്ങനെയായാലും മതി. അപ്പോൾ ഇതേപോലെ ഞാനൊരു ക്യാൻ ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ പ്ലേസ് ചെയ്യണം. അതായത് ഈ തട്ടിൻ്റെ ആ ഒരു സംഭവം ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം. ഇതില്ലെങ്കിൽ സാധാരണ പാനായാലും മതി, അത് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്രാക്കറില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഏതെങ്കിലും ഒരു ഗ്ലാസ് വെച്ച് നല്ലോണം ഇത് നല്ലതായിട്ട് അമക്കുക. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ബേസ് മാത്രം നമ്മൾ ഇതുപോലെ അമക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ സൈഡും ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് അമക്കിയതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ഉപയോഗിച്ച് അതൊന്നുകൂടെ ഒന്ന് അമർത്തിയിട്ട് ആക്കുകയാണെങ്കിൽ കുറച്ച് സൈഡിലൂടെ കിട്ടും. അപ്പോൾ ഞാൻ വെച്ചു സൈഡിലൂടെ ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബേസ് മാത്രം ആക്കിയാലും മതി. ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക തണുക്കാൻ. അപ്പോഴത്തേക്കും നമുക്ക് മിക്സ് റെഡിയാക്കാം. അപ്പം മിക്സിന് വേണ്ടിയിട്ട് ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ക്രീം ചീസ്, നമുക്ക് ഒരു 275 ഗ്രാം ക്രീം ചീസാണ് വേണ്ടത്. അത് നല്ലപോലെ ഇതേപോലെ വലിയൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ പൊടിച്ച ഷുഗർ ആഡ് ചെയ്യുക. അത് ഒരു 75 ഗ്രാം ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വാനില എസൻസ് എടുക്കുക. അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്താലും മതി, കുറച്ച് മതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ നല്ലോണം ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. അതായത് അതിൻ്റെ ആ തൊലി നല്ലോണം കഴുകി തുടച്ചതിന് ശേഷം ആ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി, കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടി, അത്രയും മതി. ഇനി ഇത് നമ്മുടെ ബ്ലെൻഡറിൽ ഈ ഒരു ബ്ലേഡ് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിസ്ക് ഇല്ലേ അത് വെച്ച് ചെയ്താലും മതി. ഇതിന് വിസ്ക് വെച്ച് ചെയ്താലും മതി. ഒരുപാട് പതപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഒരുപാടിട്ട് പതപ്പിക്കരുത്. ഓവർ മിക്സ് ആയാൽ ആ ഒരു ഇത് മാറും. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഇതിൽ പറയുന്ന അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെയിം അളവ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി. സെയിം ഇതേപോലെ തന്നെ വരും. അപ്പം അളവിനൊന്നും പേടിക്കേണ്ട, ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ആ വിപ്പിംഗ് ക്രീം ഒരു 80 ഗ്രാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. മിക്സായാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് യോഗട്ട് ആഡ് ചെയ്യുക. യോഗട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക.
ഈ യോഗട്ടും കണ്ടൻസ്ഡ് മിൽക്ക് 80-65 ഗ്രാമും വീതമാണ് എടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. അത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് കുറച്ച് പാലിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പാലിൽ ജസ്റ്റ് അതൊന്ന് ആ ഒരു മിക്സ് ആകുന്നവരെ ഒരു ചെറിയ ചൂടുള്ള പാല് വേണം. അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഈ മിക്സിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആ ബേസ് സെറ്റായി കാണും ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആ ബേസിലോട്ട് നമ്മുടെ ഈ ഒരു ചീസ് മിക്സ് നമ്മൾ ആഡ് ചെയ്യുക. ജസ്റ്റ് ആഡ് ചെയ്ത് മുകളിൽ വരെ ആഡ് ചെയ്ത് ജസ്റ്റ് നമ്മളിത് ടാപ്പൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ആ ഒരു ബേസ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഓവനിൽ വെക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ ഇതേപോലൊരു അലുമിനിയം ഫോയിലിൽ നല്ലോണം പൊതിഞ്ഞ് അതിൻ്റെ ആ താഴ്വശം നല്ലോണം പൊതിഞ്ഞിട്ട് നമ്മൾ ഓവനിൽ ഒരു ട്രേയിൽ വേണം ഇത് വെക്കാൻ. ആ ട്രേയിലോട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ഒരു ഇഞ്ച് കനത്തിൽ ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 30 മിനിറ്റ് വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് നോക്കുക. അപ്പോഴേക്കും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരാൻ തുടങ്ങും. അപ്പം നമുക്കത് എടുക്കാം. ഇനി ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചാലും മതി. എങ്ങനെയാണേലും കുഴപ്പമില്ല. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ബ്രൗൺ കളറ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്തു. അതായത് ഇത് കറക്റ്റായെന്ന് എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓവനിലും ഓരോ ഇത് മാറിയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 കിലോയുടെ കേക്കാണ്. 1 കിലോയുടെ കേക്കിനപ്പം വ്യത്യാസമായിരിക്കും. 2 കിലോയ്ക്ക് വേറെ വ്യത്യാസമായിരിക്കും. ഇത് നല്ലതായിട്ട് ഓവനിൽ തന്നെ ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. ഓവൻ ഓഫാക്കിയിട്ട് അതിനുശേഷം വെളിയിൽ വെച്ച് തണുപ്പിക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അന്നേരം ഫ്രിഡ്ജിൽ നല്ലതായിട്ട് സെറ്റാകാൻ വെക്കുക. അത് നന്നായിട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്കിനി സ്ട്രോബെറിയുടെ ആ മേളിലുള്ള ഒരു ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് സ്ട്രോബെറിയാണ് എടുത്തേക്കുന്നത്. അതിൽ ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യിക്കുക. ആ ഒരു പഞ്ചസാരയിൽ നമ്മുടെ ആ സ്ട്രോബെറി നല്ലതായിട്ട് മെൽറ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അത് മെൽറ്റ് ചെയ്യിക്കുക. ഇനി അതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യണം. കോൺഫ്ലവർ ഞാൻ പൊടിയാണ് ആഡ് ചെയ്തത്. പക്ഷേ അത് എനിക്കൊരു അബദ്ധം പറ്റിയത് കുറച്ച് കട്ടയായിട്ട് വരും. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്താൽ മതി. അല്ലാതെ നേരിട്ട് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നാരങ്ങ നീരൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓഫാക്കുക. ഇത് തണുക്കാനായിട്ട് വെക്കണം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ കേക്ക് നന്നായിട്ട് അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും എടുത്തിട്ട് നമ്മുടെ ആ ഒരു കേക്ക് ബേസിലോട്ട് നമ്മൾ വെക്കണം. അത് കുറച്ച് ശ്രദ്ധിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്രസ്റ്റ് പൊടിഞ്ഞു പോകും. അത് സൂക്ഷിച്ച് നമ്മളെടുത്ത് മാറ്റി വെക്കണം ഉണ്ടല്ലേ. ഇനി നമ്മൾ ആ തണുക്കാൻ വെച്ചിരുന്ന സിറപ്പുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വിടുക. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എഗ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ചീസ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമായിട്ടുള്ള ചീസ് കേക്കാണ് ഇത്. ഇതിലാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ ആ കറക്റ്റ് അളവിൽ ചേർത്താൽ മതി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മളത് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ചീസ് കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റൂടെ ഇടണേ. താങ്ക് യു.